നമുക്ക് നേരിട്ട് പ്രേതത്തെയും ഭൂതത്തെയും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം അല്ലേ. ചെറുപ്പം തൊട്ടേ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും പ്രേതമുണ്ട്, ഭൂതമുണ്ട്, അവിടെ പ്രേതമുണ്ട്, ഇവിടെ ഭൂതമുണ്ട്, അങ്ങോട്ടൊന്നും പോകരുതെന്നൊക്കെ അല്ലേ. അപ്പോൾ പ്രേതവും ഭൂതവും നമുക്ക് ഇന്ന് അതിൻ്റെ പണികൾ തീർക്കാം. ഓക്കെ, കേൾക്കാൻ ഇഷ്ടമാണോ? ഓക്കെ. മരണപ്പെട്ട ആ ബോഡിയെയാണ്, ജീവൻ ആത്മാവ് നഷ്ടപ്പെട്ട ആ ശരീരത്തെയാണ് പ്രേത എന്ന് പറയുന്നത്. ഇപ്പം മാതൃവാകാതെ, പിതൃവാകാതെ, പുത്രനാകാതെ, പുത്രിയാവാതെ എന്താവാൻ പറ്റില്ല, പ്രേതമാകാനായിട്ട് പറ്റില്ല. പ്രേതമുണ്ടോ? അപ്പോൾ പ്രേതയില്ലേ? പ്രേതമുണ്ട്. ഇതെങ്ങനെയാണ് ഭൂതമാവുന്നത്? ഈ പ്രേതം, ഈ പിണ്ഡം, ഈ ശവമാണ് ഭൂതമാകുന്നത്. എങ്ങനെയാണ് ഭൂതമാകുന്നത്? എന്താണ് ഭൂതം? ഈ 5 മെറ്റീരിയലാണ് ഭൂതം അല്ലേ. 5 ഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ പ്രേതം എന്തായി? ഭൂതമായി മാറുകയാണ്. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ഭൂതമാക്കാൻ പറ്റുന്നത്? ഈ പ്രേതത്തെ എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഭൂതമാക്കാൻ പറ്റുന്നതെന്ന് അറിയോ? ഈ പ്രേതത്തെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഭൂതമാക്കാം എന്ന് ചോദിച്ചാൽ, ഭൂതിയാക്കിയാൽ, ഭസ്മമാക്കിയാൽ ഇത് എത്രയും പെട്ടെന്ന് ഭൂതമാകും. മനസ്സിലാവണ്ടോ? ഏറ്റവും പെട്ടെന്ന് 5 വേർതിരിഞ്ഞ് മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന 5 ഭൂതങ്ങളിലേക്ക് പെട്ടെന്ന് ഇതിനെ ഭൂതമാക്കാൻ പറ്റുന്നത് ഭൂതിയാക്കുമ്പോഴാണ്, ഭസ്മമാക്കുമ്പോഴാണ്. അഗ്നിയിൽ ലയിപ്പിച്ചിട്ടാണ്, അഗ്നിയിൽ ആവാഹിച്ചിട്ടാണ്. അഗ്നിയാണ് ഇതിനെ ഏറ്റവും പെട്ടെന്ന് ഭൂതമാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രേതം ഭൂതമായി എന്ന് മനസ്സിലായില്ലേ? ആ വിശേഷണ ഉണ്ടായത്, ജലത്തിൻ്റെ മായയാൽ ആ വിശേഷണ ഉണ്ടായത്, ആ പ്രപഞ്ചം, എന്ന് പറഞ്ഞാൽ വിശേഷണ ഉണ്ടായ ആ 5 ചേർന്ന് ജലത്തിൻ്റെ മായയായിരിക്കുന്ന ആ പിതൃ, ആ മാതൃ, ആ പുത്ര, ആ പുത്രി പ്രേതമായി, ഭൂതമായി. വീണ്ടും വിശേഷണ 5 തിരിഞ്ഞു. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന ഭൂതം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചെത്തും. നമ്മളും ഭൂതമാകും, നമ്മളും പ്രേതമാകും, നമ്മളും ഭൂതമാകും. പ്രേതത്തെയും ഭൂതത്തെയും കണ്ടില്ലേ? പേടി മാറിയില്ലേ? പ്രേതത്തെയും ഭൂതത്തോടുമുള്ള പേടി മാറിയില്ലേ? തെറ്റിദ്ധാരണ മാറിയോ? അത്രയേ ഉള്ളൂ കാര്യം. ഈ ഭൂതയജ്ഞമാണ് ജീവിതം. ഈ ഭൂതയജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാന്നറിയോ? അത് പരബ്രഹ്മമായിരിക്കുന്ന സൂര്യനാണ്. ആ ദക്ഷ പ്രജാപതിയുടെ യാഗാഗ്നിയിലേക്ക് പതിക്കുന്ന സതിയിൽ നിന്നും പുനർജനിച്ച് പാർവതിയായി, അത് ആ നിറമില്ലാത്ത ജലം ജീവന്റെ വർണ്ണമായി സ്വരത്തെ ജനിപ്പിച്ച് വീണ്ടും സമുദ്രത്തിൽ മുദ്ര ചെയ്യപ്പെടും. നമ്മളെന്താണ് ആക്ച്വലി സമുദ്രജലത്തിൻ്റെ മായ മാത്രമാകുന്നു. ആ സമുദ്ര ചെയ്യുന്ന ജലം എന്താ ചെയ്യുന്നതെന്ന് അറിയോ? പ്രോഗ്രാം സ്പോൺസർഡ് ബൈ മൂഴിക്കരോട്.